ഹലോ ഗൈസ്, ഞായറാഴ്ചയായിട്ട് ഇത് ഈ പള്ളിയിൽ പോയിട്ട് തിരിച്ചിറങ്ങുന്നതാണ്. നമ്മുടെ കൊച്ചുപള്ളിയിൽ വൈകുന്നേരം കുർബാനയ്ക്ക് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ നേരെ അപ്പാപ്പനെയും അമ്മാമ്മനെയും കാണാൻ വേണ്ടിയിട്ട് കടവിലോട്ട് വന്നു കേട്ടോ. അപ്പോൾ അവിടെ വല കെട്ടിയേക്കുന്ന നേരമാണെങ്കിൽ ജിത്തോങ്കി എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. രാത്രി കടവിൽ നിന്ന് നമ്മുടെ പഴയ പാലവും പുതിയ പാലവും ഞാൻ മാറിയും തിരിഞ്ഞും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് നമ്മുടെ പള്ളിയും കാണാം കേട്ടോ. തിരിച്ചതേ കുറേ നേരം ഇവിടെ നിന്ന് കഴിഞ്ഞപ്പം വേറെ പണിയൊന്നുമില്ല, വെറുതെ പോയി വീട്ടിൽ കുത്തി ടിവിയുടെ മുമ്പ് ഇരിക്കണമല്ലോ എന്ന് ഓർത്ത് ഡാഡിനെ വിളിച്ച് ഞങ്ങൾ 4 പേരും കൂടി നമ്മുടെ പരിപാടി പറമ്പിൽ ഇറങ്ങി കേട്ടോ. അവിടെ നടന്ന പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കീശ കാലിയായത് കാരണം ഒന്നും വാങ്ങിച്ചില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് പിള്ളേരെയും കൊണ്ട് കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് നേരം കഴിയപ്പോൾ കാല് കഴിച്ച് കഴിയപ്പോൾ നമ്മുടെ ഡാവിക്കുട്ടൻ എൻ്റെ അടുത്ത് വരാൻ വേണ്ടി കിടന്ന് കുന്തുന്നാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഈ നമ്മുടെ കുട്ടന്മാരുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇവിടെ എന്താ ഇത്ര ആളെന്ന് നോക്കിയപ്പോഴേക്കും അവിടെ ഇങ്ങനെ കെട്ട് കണക്കിന് പൈസ വെച്ചിട്ട് അത് എറിഞ്ഞ് വീഴ്ത്തുകയാണെങ്കിൽ അത് നമുക്കാന്നും പറഞ്ഞ് നിൽക്കുന്നതാണ് കേട്ടോ ആളുകളെല്ലാം. അങ്ങനെ ഗെയിമിംഗ് സെക്ഷനും അതും ഇതും എല്ലാം കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറന്ന് ഞങ്ങളങ്ങനെ നടക്കുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ഇനിയിപ്പോൾ പെലവാണിയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്പലത്തിലൊക്കെ ഉത്സവത്തിൻ്റെ മേളമായിരിക്കുമേ. അപ്പം ഞങ്ങളിവിടെ വന്ന് കുറച്ച് നേരം മണ്ടി കളിച്ച് കഴിഞ്ഞപ്പോൾ ഡാഡി നമുക്ക് കോളിഫ്ലവർ വാങ്ങിച്ചു തന്നു. അതും കഴിച്ച് ഞങ്ങൾ വെറുതെ ഇരുന്ന് ഒരു നേരം പോക്ക് കേട്ടോ. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ് വീട്ടിലോട്ട് പോയി കഴിഞ്ഞപ്പോൾ വൈകുന്നേരത്തേക്ക് ചായക്ക് പോയൊരു ചേഞ്ച് ആവട്ടെ എന്ന് ഓർത്ത് ഡാഡി ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ ഞാൻ അവന്മാർക്ക് ഉരുളക്കിഴങ്ങ് വറുത്തതും മുട്ട ബജിയും പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് ബജിയും അതും ഇതുമൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ അങ്ങനെ പാല് കുടിക്കുന്നതാണ് രാത്രി. അപ്പോൾ പൊറോട്ടയിൽ നിന്ന് അങ്ങനെ കിടന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ കാര്യം കുശാലായി. ഇപ്പോൾ അടുത്ത വീട്ടിൽ കാണാം.